അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, അല്ലേ? ഒരുപാട് ആവശ്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പലപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, പല നേർച്ചകളും നേരുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ശരിയാകണില്ല. എന്നാൽ ഉദ്ദേശിച്ച ഏതൊരു ഹലാലായ കാര്യവും അള്ളാഹു നിങ്ങൾക്ക് സലാമത്താക്കി തരും എന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ മഹാരഥന്മാർക്ക് മനസ്സിലായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയ അത്ഭുതത്തിന്റെ ദുആ. രണ്ടേ രണ്ട് റക്അത്ത് ഹാജത്ത് നിസ്കരിക്കണം, 2 റക്അത്ത് വെറുതെ സുന്നത്ത് നിസ്കരിക്കുക, ഹാജത്ത് നിസ്കരിച്ചിട്ട് ഈ ദുആ നിങ്ങൾ പൊട്ടിത്തകർന്ന മാനസത്തോടെ പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ആവശ്യവും അള്ളാഹ് നിറവേറ്റി തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച അത്ഭുതത്തിന്റെ ഒരു ദുആയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മളങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ദുആ ഇറക്കുന്നുണ്ട്. എന്താ നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്? നമ്മൾ ദുആ സ്വീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും കൂടി വേഗത്തിലൊന്ന് പറഞ്ഞ് ആ ദുആ നമുക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒളു ഉണ്ടായിരിക്കണം. നമുക്ക് ഒളു ഉണ്ടാകണം. ദുആ ചെയ്യുമ്പോഴെന്നല്ല, ജീവിതത്തിൽ എപ്പോഴും ഒളു നിത്യമാക്കൽ വളരെ നല്ലതാണ്. ഒളുഅനെ നിത്യമാക്കുന്നവർക്ക് ഈമാനില്ലാത്ത മരണമില്ല, സ്വർഗത്തിൽ ഉന്നത ദർജ ഉണ്ടെന്നാണ്. ഒളു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇബ്ലീസ് നമ്മളെ അടുക്കൂല. ആ സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒളുവോടുകൂടി മരിച്ചാൽ സ്വർഗത്തിലെന്നല്ലേ? അള്ളാഹു ഭാഗ്യം തരട്ടെ. എപ്പോഴും ഒളു ഉണ്ടാകുക. രണ്ടാമത്തത്, കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന ദ്വാരക്ക്, കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തത്, തുടക്കവും ഒടുക്കവും ഹംദും സ്വലാത്തും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് പറയാം. ഇനി അതറിയില്ല, അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇത് അവസാനവും ചൊല്ലണം, ആദ്യവും ചൊല്ലണം. നമ്മുടെ ബാധ്യതയാണ്. ഇതിന്റെ ഒരു മര്യാദകൾപ്പെട്ടതാണ്. ചില നിയമങ്ങളുണ്ടല്ലോ, വാഹനം ഓടിക്കുമ്പോൾ അല്ലെ വാഹനം നിർത്തുമ്പോൾ, അങ്ങനെ കുറെ മര്യാദകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പഠിക്കാൻ. അതുപോലെ നാലാമത്തത്, റബ്ബിന്റെ നാമങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പറയുക. അറിയാവുന്നത് അസ്മാഉൽ ഹുസ്നയിലെ യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ സലാം, യാ ഖുദ്ദൂസ്, അങ്ങനെ അറിയാവുന്ന എന്തൊക്കെയുണ്ടോ നമുക്ക് അറിയാവുന്നതൊക്കെ ചൊല്ലാം. അള്ളാന്റെ നാമങ്ങൾ പറയണം, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ നല്ല സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുക. നല്ല സന്ദർഭങ്ങളിൽ, അതായത് തഹജ്ജുദിന്റെ നല്ല സമയങ്ങളിൽ, തഹജ്ജുദിന്റെ സമയം, ഫർള് നമസ്കാര ശേഷം, യാസീൻ ഖുർആൻ പാരായണം ചെയ്തതിനു ശേഷം, അങ്ങനെ സമയങ്ങൾ തിരഞ്ഞെടുക്കുക. നല്ല സന്ദർഭം, മഴ പെയ്യുന്ന സമയം, അങ്ങനെ നല്ല നല്ല സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ വിനയവും ഭക്തിയും ഭയവും ഉണ്ടാകും. നമ്മൾ വിനയത്തോടെ ഒരാളോട് നമ്മൾ ആവശ്യം കേഴുകയാണ്, യജമാനനായ റബ്ബിനോട് നമ്മൾ ചോദിക്കണം, നീ തരണ റബ്ബേ, നീ തന്നേറ്റു എന്നല്ല, വിനയത്തോടെ ഭവ്യതയോടെ നമ്മൾ ചോദിക്കുക. അതുപോലെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. ഇതെന്റെ റബ്ബ് തരും, ലാ തഖ്നതു മിർ റഹ്മത്തില്ല. ഒരാളും വിദൂരത്താകണ്ട, ഞാൻ തരാം. റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ഒരാളും വിദൂരത്താകാൻ പാടില്ല. അതോടൊപ്പം നിരന്തരം പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ ഓരോ വാക്കും ഓരോ കാര്യങ്ങളും 3 തവണ ആവർത്തിക്കണം. സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, നരകമോചനം 3 തവണ ആവർത്തിക്കണം. ഇപ്പൊ എന്താ നഷ്ടം നമുക്ക്? റബ്ബ് തരാന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ആവർത്തിച്ച് ചോദിക്കൽ റബ്ബിന് വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ആവശ്യക്കാരൻ നീയാണ് എന്ന ചിന്ത ഉണ്ടാകണം. എന്റെ ആവശ്യമാണ്, നമ്മൾ എത്രത്തോളം ചോദിക്കണോ അത്രത്തോളം റബ്ബ് തരും. അപ്പൊ എന്റെ ആവശ്യമാണ്, ആർക്കാനും വേണ്ടി നമ്മൾ ചോദിക്കണ്ട, നമുക്ക് വേണ്ടി ചോദിക്കുന്ന ചിന്ത നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ റബ്ബിനെ കുറ്റപ്പെടുത്തരുത്. എന്നാലും നീ എനിക്കത് ചെയ്തല്ലോ റബ്ബേ, നീ എന്നാലും എനിക്ക് അങ്ങനെ ചെയ്തല്ലോ റബ്ബേ, ഇങ്ങനെ ചെയ്തല്ലോ റബ്ബേ, നീ അത് തന്നില്ല റബ്ബേ, ഇത് തന്നില്ല റബ്ബേ, എന്തിനങ്ങനെ തന്നു റബ്ബേ പറയരുത്. റബ്ബിനെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. അതോടൊപ്പം അധികം ഉച്ചത്തിലും അധികം പതുക്കെയും ദുആ ചെയ്യരുത്. വലിയ ഉച്ചത്തിൽ, ഒരു സമൂഹത്തിൽ ദ്വാരക്കാണെങ്കിൽ എല്ലാവരും കേൾക്കാൻ പറയാം, അല്ല ഒറ്റയ്ക്കാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇല്ല, പതുക്കെ, വളരെ ഒന്നും കേൾക്കാനില്ല, അത് പറയും. ഒരു മീഡിയം ശബ്ദത്തിൽ നമ്മുടെ നഫ്സിനെ കേൾക്കാൻ പാകത്തിന് നമുക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരാൾക്കും എതിരിൽ ദുആ ചെയ്യരുത്. അവൻ നശിച്ചു പോണ റബ്ബേ, ഓള് മുടിഞ്ഞു പോണ റബ്ബേ, ദുആ ചെയ്യരുത്. ഒരാൾക്കും എതിരിൽ ദുആ ചെയ്താൽ ആ ദുആ നമ്മളിലേക്ക് വരുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞു ദുആ ഇറക്കുക. പഠിച്ചവനെ, ഞാൻ ഇന്നത് ചെയ്തു അല്ലാ, സാഹചര്യം കൊണ്ടാണ് റബ്ബേ, ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ തെറ്റുകളും എടുത്തു പറഞ്ഞ് നമ്മൾ ദുആ ഇറക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇറക്കുക. മറ്റുള്ളവർക്ക്, നമ്മുടെ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിൽ ആ ദുആക്ക് ഉത്തരമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇറക്കുക. ആകാശത്തേക്ക് കണ്ണ്, ചില ആളുകൾ ദുആ ഇറക്കുമ്പോഴേ
ജീവൻ ഉണ്ടോന്നൊന്നും പേടിച്ചു. ഇങ്ങനെ രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ദ്വാരക്കണേ. അത് വേണ്ട, മുകളിലേക്ക് നോക്കണ്ട, അള്ള മുകളിലുണ്ട്, അവിടെ ഇരുന്നോട്ടെ, നമ്മളറിയണ്ട, നമ്മൾ മുകളിലേക്ക് നോക്കി ദുആ ചെയ്യരുത്. അതോടൊപ്പം തന്നെ സ്വഹീഹായ പ്രാർത്ഥനകൾ ഖുർആനിൽ പറഞ്ഞ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. അങ്ങനെ എത്രയോ ഖുർആൻ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ഖുർആനിൽ പറഞ്ഞ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കാനും ദുആ ചെയ്യാനും ശ്രമിക്കുക. അള്ളാഹു ഉത്തരം തരുമെന്നാണ്. അതോടൊപ്പം ലാസ്റ്റ് ദുആ എല്ലാം കഴിഞ്ഞ് 3 സ്വലാത്തൊക്കെ ചൊല്ലി നമ്മുടെ മുഖം ഒന്ന് തടവുക. അത് ദുആക്ക് ഇജാബത്തിന് കാരണം, സുന്നത്താണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ദുആരക്കണം. ഇനി നമ്മൾ പഠിക്കുന്നത് മഹാനായ ഉസ്മാൻ ബിൻ ഹനീഫ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ സങ്കടം പറഞ്ഞു. എന്താണ് സങ്കടം? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ എന്നെ പരിഗണിക്കണില്ല. ഞാൻ പല ആവശ്യങ്ങൾ ചെന്ന് ചോദിച്ചിട്ടും എനിക്കൊരു പരിഗണനയില്ല. അപ്പൊ പറഞ്ഞു ഞാനൊരു ദുആ പറഞ്ഞുതരാം. ആ ദുആ ചൊല്ലിയിട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ ദുആ അതിനു വേണ്ടി മാത്രമല്ല, ഏത് കാര്യത്തിന് വേണ്ടി ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ പോയാലും ഉന്നത വിജയം തരുമെന്ന് മഹാരഥർമ്മ അനുഭവത്തിലൂടെ പറഞ്ഞു എന്നാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പോലും ഇത് പറയാൻ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അത് ചൊല്ലി ചൊല്ലി കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ്. അങ്ങനെ എത്ര രോഗങ്ങൾ നമുക്കുണ്ട്, എത്ര പ്രയാസങ്ങളുണ്ട്, നമുക്ക് പ്രതിസന്ധികളുണ്ട്, അതെല്ലാം മാറാൻ ഈ ദുആ കാരണമാണ്. ഏതാണ് ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരം, വുളു എടുക്കുക. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, ആവശ്യ നിർവഹണ നമസ്കാരം എന്നോ ഖളാഉൽ ഹാജത്തോ നിർവഹിക്കുന്നു പറഞ്ഞ് അല്ലാഹു അക്ബർ. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൻ നാസ് ഓതുക. ഇനി ഏതെങ്കിലും എന്നെ തോന്നണമെന്നില്ല. 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാമത്തെ സൂറത്തുൽ ഇഖ്ലാസ്. അങ്ങനെ ഏത് വേണോ ഓതാം. ആ സൂറത്ത് ഓതി സലാം വീട്ടിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? 2 കരങ്ങൾ മുകളിലേക്ക് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഇങ്ങനെ ഉയർത്തി ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ എന്ന് പറയുക. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ. പടച്ചവനെ അല്ലാഹുവേ, നിന്റെ മുന്നിലേക്ക് ഞാൻ ചോദിക്കാണ്, മുത്തുനബി തങ്ങളുടെ റഹ്മത്തിനെ മുൻനിർത്തി ചോദിക്കാണ്, എനിക്ക് നീ തരണേ അല്ലാ. റബ്ബ് തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മഹാരഥന്മാർ നേടിയെടുത്തു എന്നാണ്. ഉഖറവിയായ ദുനിയവിയായ ഹൈറായ കാര്യങ്ങൾ നേടിയെടുത്തു എന്നാണ്. നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ പരിശ്രമിക്കും, ഇഖ്ലാസോടെ ഈമാനോടെ നമ്മൾ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനലുണ്ട്. അതിലൂടെ ഇസ്ലാമിക കഥകൾ, ചരിത്രങ്ങൾ നിങ്ങൾക്ക് പ്രവാചക കഥകൾ എത്തിക്കുന്ന ഒരു ചാനലാണ്. അത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കാണുക, കേൾക്കുക. അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്ന ചാനൽ, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.